മാജിക്കൽ ഫിഷിംഗ് റോഡിന്റെ ഐഡിയ അടിപൊളിയായിട്ടുണ്ട്. സിമ്പിൾ ഫിഷിംഗ് എന്ന് പറയുന്നത് വളരെ ബോറിംഗ് പരിപാടിയാ. മാഗ്നറ്റിക് ഫിഷിംഗ് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. പതുക്കെ ഇങ്ങനെ വലിച്ചു പിടിച്ചാ മതി. അതുള്ള സ്ഥലത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതൊക്കെ മാഗ്നറ്റിൽ ഒട്ടി പിടിച്ച് പുറത്തേക്ക് വരും. നോക്കിക്കോ ആർക്ക് എന്ത് കിട്ടുന്നു എന്ന്. എന്താ കുടുങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നത്. വലിച്ചെടുക്കാൻ പോലും പറ്റുന്നില്ല. അല്ല ഇതെന്താ നിധിപ്പെട്ടിയോ? ഇതില് വല്ല സ്വർണ്ണം ഉണ്ടാകും. വേഗം തുറന്ന് നോക്ക്. സെൻട്രലയുടെ ഒരു സാൻഡൽ ഇവിടെ ഉണ്ട്. ഇതിന്റെ പേർ പീസ് എവിടെ ഉണ്ടെന്ന് നോക്ക്. മൈര ഇതിട്ടോണ്ട് നീ സെൻട്രലെ പോലെ ഏതെങ്കിലും പ്രിൻസസിന്റെ പാർട്ടിക്ക് പോ. മാജിക് പവർ യൂസ് ചെയ്ത് ഞാൻ ഇത് പുതിയതാക്കി മാറ്റും. പിന്നെ ഇതിന്റെ പേരും ഞാൻ റെഡിയാക്കും. എന്നിട്ട് ഞാനിത് ഇടും. ജന്തർ മന്തർ കാലിക്കല്ലന്തർ. ഇതെന്തിനാണ് തല്ലുന്നത്? മൈര ശരി വരൂ, എനിക്ക് എന്താണ് കിട്ടുന്നെന്ന് നോക്കാം. ഇതെന്താ പണ്ടത്തെ രാജാവിന്റെ വാൾ പോലെ ഉണ്ടല്ലോ. നമുക്കിതുകൊണ്ട് ഒരു യൂസും ഇല്ല. ഞാനിത് എന്റെ മാജിക് പവർ കൊണ്ട് പുതിയതായിട്ട് വേണ്ട. സാൻഡലിന്റെ അടിയിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ വാലിന്റെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഇനി ഞാനൊന്ന് നോക്കട്ടെ. ഇതെവിടെങ്കിലും മറച്ചു വെച്ചിട്ട് പതുക്കെ നോക്കാം. ഒരുപക്ഷെ ഇതിൽ ചെരുപ്പാണെങ്കിൽ എല്ലാരും ചേർന്ന് തന്നെ കളിയാക്കും. നിധിയാണെങ്കിൽ അത് മൊത്തം എനിക്ക് സ്വന്തമാ. ഇപ്പൊ ഇവിടെ ആരുമില്ല. ഇതാണ് ശരിയായ സമയം. ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒന്ന് തുറക്കടാ, വേഗം തുറക്ക. എന്റെ അമ്മേ, ഇതെന്താ പ്രേതോ? താങ്ക് യു. ഇത് സംഗതി കുലുമാലായെന്നാ തോന്നുന്നേ. ഈ മൊട്ടത്തലേന് ആരാ? മനുഷ്യനാണോ അതോ പ്രേതോ? ഞാനാണ് മാഗ്ന മാൻ. എന്നെ സർ മെജസ്റ്റിക്കോ പല വർഷങ്ങൾക്ക് മുൻപ് ഈ ബോക്സിനകത്തിട്ട് ലോക്ക് ചെയ്ത് വെച്ചിരുന്നു. നീയാണ് എന്നെ സ്വതന്ത്രനാക്കിയിരിക്കുന്നത്. താങ്ക് യു കൂട്ടുകാരാ. നീ മനുഷ്യനല്ല, മനുഷ്യനല്ല. രുദ്ര, മുത്തശ്ശ, മുത്തശ്ശ, രുദ്ര. ആരാടാ നീ? എന്താ എന്നെ മനസ്സിലായില്ലേ? ജയ്സിംഗ് ചൗഹാൻ. എന്നെ ശരിക്കൊന്ന് നോക്ക്. ഇപ്പോഴെങ്കിലും ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായോ? മാഗ്ന മാൻ, നീ എങ്ങനെ ഇവിടെ? ലോകത്തിലെ എല്ലാ മെറ്റഡും നീ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ നിന്റെ പവേഴ്സിന് മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് മെജസ്റ്റിക് ഒന്നിനെ ബോക്സിലിട്ട് ലോക്ക് ചെയ്തത്. നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഉള്ളപ്പോ നീ എന്റെ മുത്തശ്ശനെ കെട്ടിയിടും. പ്രായത്തിൽ നീ വളരെ ചെറിയവനാണ്, വളരെ ധീരതയുള്ളവനാണ്. എനിക്കിപ്പോ നിന്റെ അപ്പൂപ്പന്റെ കൂടെ കുറിച്ച് സംസാരിക്കാനുണ്ട്. ജയ്സിംഗ് ചൗഹാൻ, നീ നല്ലോണം ഒന്ന് ഓർമ്മിച്ചു നോക്ക്. ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായല്ലോ? എന്താ, എന്തെങ്കിലും മനസ്സിലായോ? അല്ലെങ്കിൽ ഞാനിപ്പോ ഡീറ്റെയിൽഡ് ഇൻട്രൊഡക്ഷൻ തരണമോ? സർ മെജസ്റ്റിക് ഒന്നിനെ ബോക്സിലിട്ട് ലോക്ക് ചെയ്ത് നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. നീ ആയിട്ട് പുറത്തു വരാൻ പറ്റില്ല. ആരാ നിന്നെ പുറത്തു വരാൻ സഹായിച്ചത്? പറയാം, അത് ഞാൻ തീർച്ചയായിട്ടും പറയാം, എല്ലാം പറയാം. പക്ഷെ ആദ്യം ചെന്ന് സർ മെജസ്റ്റിക്കോയ്ക്ക് ഒരു സർപ്രൈസ് വിസിറ്റ് കൊടുത്തിട്ട് വന്നേക്കാം. നീ എവിടേക്ക് വേണമെങ്കിലും പോയിക്കോ. ആദ്യം മുത്തശ്ശനെ വെറുതെ വിട്ടേക്ക്.
ഞാനാ നിന്നെ പെട്ടിയിൽ നിന്ന് രക്ഷിച്ച. ഞാനാണിപ്പോ നിന്റെ ബോസ്. എന്റെ ഓർഡർ നീ നിറവേറ്റിയേ പറ്റൂ. ഓ, ഞാൻ പേടിച്ചു പോയി. എന്റെ മാസ്റ്റർ, എന്റെ ബോസ്. ജയ്സിംഗ് എന്റെ പിടിയിലാണെന്ന് പറയുമ്പോൾ നീ എനിക്ക് വളരെ സാധാരണമാണ്. ഞാൻ മെജീഷ്യൻ മാഗ്ന മാൻ ആണ്. ഞാൻ ഭൂതമൊന്നുമല്ല. നീ പറഞ്ഞത് കേൾക്കാൻ ഞാൻ ഭൂതമല്ല. ഇപ്പൊ തന്നെ നിനക്ക് ആവശ്യമുള്ളത് ഞാൻ തന്നേക്കാം. എന്റെ പേരാണ് മാഗ്ന മാൻ. എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ തട്ടിപ്പറിച്ചെടുക്കും. ഇപ്പോൾ നിന്നെ കളിപ്പിക്കേണ്ട സമയമാണിത്. ആ ആ ആ മാഗ്നമാൻ, നിന്റെ കളി ഇതോടെ അവസാനിപ്പിക്കാൻ. ഓഹോ, നീയാണ് ചെറുതാണെങ്കിലും കൊള്ളാലോ. നീ എന്ത് ചെയ്യോടാ? ആ, കണ്ണാടിയിൽ ചെന്ന് നീ സ്വയം ഒന്ന് നോക്ക്, പിന്നെ എന്നെ ഒന്ന് നോക്ക്. എന്നെ തടഞ്ഞു നിർത്താൻ നിന്നെ കൊണ്ടാവില്ലടാ കൊച്ചനെ. ഞാൻ മാഗ്ന മാൻ ആണ്. മാഗ്ന മാൻ. ഷൂ. ജന്തർ മന്തർ കാളിക്കലന്തർ. നീ എന്താ ഈ ചെയ്തത് മാറാ? ആരാ കൊട്ടാരത്തിൽ ഒന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത്? ആരാടാ നീ? നിന്റെ ഈ ആയുധങ്ങളൊക്കെ കാണാൻ വളരെ രസമായിട്ടുണ്ട്. കൊള്ളാം. ഇപ്പോൾ ഞാൻ എന്റെ തിരിച്ചടി നിനക്ക് നൽകാൻ പോവുകയാണ്. ആ, നീ ആ പഴഞ്ചൊല്ല് കേട്ട് കാണുമെന്ന് തോന്നുന്നു. ചട്ടിയും കലവുണ്ടെങ്കിൽ അത് തട്ടിയും മുട്ടിയും കിടക്കുന്ന കേട്ടിട്ടില്ലേ? ഞാൻ എന്ത് ചെയ്യാനാ? നീ വലിച്ചെറിഞ്ഞത് ഞാൻ തിരികെ തട്ടിവിട്ടു. രുദ്ര, നിന്റെ പ്രായത്തെക്കാൾ നിനക്ക് കൂടുതൽ ശക്തിയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. പക്ഷെ എന്റെ ടാർഗറ്റ് നീയല്ല, വേറൊരാളാണ്. സർ മെജസ്റ്റിക്കോയെ ഞാൻ നേരിട്ട് കണ്ടിട്ട് കാലങ്ങൾ കുറെ കഴിഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് ഒരു സർപ്രൈസ് കൊടുക്കുന്ന സമയമാണിത്. നമുക്ക് പോവാമോ ജയ്സിംഗ്? ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്താ പറ്റൂ. സ്ക്രീൻ ക്രിയേറ്റർ സർ മെജസ്റ്റിക്കോ, നിങ്ങൾ എവിടെയാണ്? എത്രയും പെട്ടെന്ന് വരൂ. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഞാനാണ് രുദ്ര. സൺസെറ്റിൽ മാഗ്നമാൻ എന്ന പേരുള്ള ഒരു മെജിഷ്യൻ വന്നു. അവൻ മുത്തശ്ശന്റെ ഒപ്പം നിങ്ങളെ അന്വേഷിച്ചു വരികയാണ്. സർ മെജസ്റ്റിക്കോ. രുദ്ര, നീ എന്തിനാ വിഷമിക്കുന്നത്? സർ മെജസ്റ്റിക്കോയെ നിനക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടോ? വന്ന് കണ്ടോ? മാഗ്നമാൻ, നീ സർ മെജസ്റ്റിക്കിനെയും എന്റെ മുത്തശ്ശനെയും പറ്റിച്ചിട്ടാണ് കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത്. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അവരെ അഴിച്ചു വിട്. അപ്പൊ അറിയാം അവരാരാന്ന്. രുദ്ര, പ്രായത്തിനേക്കാൾ കൂടുതൽ നീ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. നീ വലിയ ധീരനാണെന്ന് മനസ്സിലായി. പക്ഷെ നീ ഇപ്പൊ കളിക്കുന്നത് ആരെ എതിർത്താണെന്നുള്ളത് നിനക്ക് മനസ്സിലായിട്ടില്ല. ഞാനൊരു കാര്യം ചെയ്യാൻ തുടങ്ങിയാൽ അത് പകുതിയിൽ വിട്ടേച്ച് പോകില്ല. എന്റെ പേരാണ് മാഗ്ന മാൻ. എനിക്ക് ആവശ്യമുള്ളത് എന്തും ഞാൻ തട്ടിപ്പറിക്കും. അടുത്തത് എന്റെ ടാർഗറ്റ് നീയാണ്. ഞാനിതാ വന്നുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ധൈര്യത്തെ തവിടുപൊടിയാക്കാൻ ഇതാ ഞാൻ വരുന്നു. നിന്റെ പാലസ് എനിക്ക് വളരെയേറെ ഇഷ്ടമായി. സോ എന്നെ സ്വാഗതം ചെയ്യാൻ നിങ്ങൾ എല്ലാരും തയ്യാറായിരുന്നോളൂ. ബൈ. നമ്മളുടെ അടുത്ത് ഒരുപാട് സമയമില്ല. മാഗ്നമാൻ എപ്പോ വേണമെങ്കിലും പാലസിലേക്ക് വരാം. അവനെ തടഞ്ഞു നിർത്താൻ എന്തെങ്കിലും ഒരു ഐഡിയ ചെയ്തേ പറ്റൂ. ആരെങ്കിലും എന്നെ കുറിച്ചൊന്ന് ആലോചിക്ക്. എന്നെ ഒന്ന് പുറത്തേക്ക് ഇറക്കി വിട്. ഇത് റംഗിലയുടെ വോയിസ് ആണല്ലോ. ചിലേ ബോക്സ് താഴെ വെക്കൂ. Ibaiska normalastico. ഇനി എന്റെ കാര്യം പോകാണെന്നാ തോന്നുന്നത്. രുദ്ര, നിന്റെ മാജിക്കൽ പവേഴ്സ് ഒന്നും ഇപ്പൊ വർക്കാവുന്നില്ല. എന്ന് വെച്ചാ ഞാൻ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ആവുന്ന തോന്നുന്നേ. ഇതൊക്കെ സംഭവിക്കാൻ കാരണം ഞാനാണ്. സോ
സോറി രുദ്ര, സോറി. ഞാൻ ചെയ്ത തെറ്റിന്റെ ശിക്ഷ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. നീ സ്വയം ശിക്ഷ അനുഭവിച്ചിട്ട് എന്താ കാര്യം? എല്ലാം സംഭവിച്ചു. മുത്തശ്ശൻ എപ്പോഴും പറയാറുണ്ട്, എപ്പോഴും ബുദ്ധിപൂർവ്വം ആലോചിച്ചിട്ട് വേണം എന്ത് കാര്യങ്ങളും ചെയ്യാൻ. മാഗ്നമാനെ വകവരുത്താൻ നമുക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യണം. ആദ്യം നിങ്ങൾ എന്റെ പോക്കറ്റിലിരിക്കൂ. ചേടാ, ഇത് ഞാനാണ് രംഗീല. രുദ്ര, നീ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക. രംഗീല നീയാണോ? സോറി, നീയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. എന്നാ പിന്നെ വേഗം വരൂ. ചുള്ളി, വേഗം ചെന്ന് മെയിൻ ഗേറ്റ് ക്ലോസ് ചെയ്തേക്ക്. മെയിൻ ഗേറ്റ് അകത്തുനിന്ന് പൂട്ടിയാൽ പുറത്തുനിന്ന് ആർക്കും അകത്തേക്ക് വരാൻ കഴിയില്ല. അത് പറഞ്ഞ ശരിയാ രുദ്ര, ഞാൻ ഉടനെ ചെയ്തേക്കാം. ആ ഇതെന്താണിത്? വാതിൽ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നു. വിരുന്നുകാരനെ വരവേൽക്കാൻ പോലും ഇവർക്ക് ആർക്കും അറിയില്ലെന്ന് തോന്നുന്നു. ആഗ്ന മാഗ്ന മാഗ്നറ്റോ പൊലിറ്റോ. ഇത്രയും വലിയൊരു പാലസോ? പക്ഷെ എന്നെ സ്വാഗതം ചെയ്യാൻ ഇവിടെ ആരും തന്നെ ഇല്ല അല്ലേ? മാഗ്നമാന്റെ ഒപ്പം ഡയറക്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നതിൽ യാതൊരു ഫലവും ഇല്ല. അവനെ തോൽപ്പിക്കണമെങ്കിൽ നമ്മൾ ബ്രെയിൻ വർക്ക് ചെയ്യണം. ജിഗ്ലി, ഞാൻ പറയുന്നത് കേൾക്ക്. എല്ലാവരും എവിടെയാണ് പോയി പതുങ്ങിയിരിക്കുന്നത്? എത്രയും വേഗം പുറത്തേക്ക് വരൂ. മാഗ്നമാൻ പാലസിലേക്ക് വന്നിരിക്കുകയാണ്. ഞാൻ ഇവിടെ തന്നെയുണ്ട്. നിങ്ങൾ വരവേൽക്കാനുള്ള ഏർപ്പാടൊക്കെ ഞാൻ എങ്ങനെ ചെയ്യാൻ പറ്റും? കൊട്ടാരത്തിൽ ചായയും സ്നാക്സും ഒക്കെ റെഡിയാക്കുന്നത് ഇവന്റെ ജോലിയാണ്. പക്ഷെ ഇവരെ നിങ്ങൾ വളരെ ചെറിയവനാക്കി മാറ്റിയില്ലേ? ആദ്യം നിങ്ങൾ ഇവനെ ഒന്ന് ശരിയാക്കി മാറ്റുമോ? അതിനുശേഷം ഞങ്ങൾ എല്ലാവരും ചേർന്ന് നിങ്ങൾ വരവേൽക്കാം. ഞാൻ അവനൊരു ചെറിയ ശിക്ഷ നൽകിയതായിരുന്നു. അവൻ എന്റെ ബോസ് ആകണമെന്ന് ആഗ്രഹിച്ചു പോയി. അതുകൊണ്ടാ. ഇന്ന് പിടിച്ചു. ഇപ്പൊ തന്നെ ഞാൻ അവനെ പഴയതുപോലെ ശരിയാക്കാം. താങ്ക് യു മൈ ഡിയർ ബോസ്. ഇപ്പൊ നിനക്ക് ബുദ്ധി വന്നു അല്ലേ? ഇനി ഒരിക്കലും നീ എന്റെ ബോസ് ആകാൻ ശ്രമിക്കരുത്, മനസ്സിലായല്ലോ? ചെല്ല്, എനിക്ക് വേണ്ടി വളരെ സ്വാദിഷ്ടമായ ആഹാരങ്ങൾ കൊണ്ടുവരൂ. ഞാൻ ആകെ തളർന്ന അവശനായിരിക്കുകയാണ്. ആവശ്യമില്ലാതെ കുറെ അടിപിടിയെല്ലാം കൂടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്താ ഇത്? അല്ല, കിച്ചണിൽ എവിടെയും വെള്ളം വരുന്നില്ല. മാഗ്ന മാം, അതെങ്ങനെയാണെന്ന് അറിയില്ല. ഞങ്ങളുടെ കിച്ചണിൽ ഒരു തുള്ളി വെള്ളം പോലും വരുന്നില്ലെന്നേ. വെള്ളമില്ലാതെ എല്ലാം ഡ്രൈ ആയിരിക്കുകയാണ്. ചായയും സ്നാക്സും ഒക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും? എന്ത്? വെള്ളം ഇല്ലാതാക്കിയത് ഞാനാണ്. എനിക്ക് വെള്ളം ഇഷ്ടമല്ല. ഓ, ഐഡിയ. എനിക്ക് ഫ്രഷ് ആയ ജ്യൂസ് എടുത്തുകൊണ്ടുവാ. മാഗ്നമാൻ, നിന്റെ കയ്യിൽ നിന്ന് ഞാൻ മുത്തശ്ശനെ രക്ഷിക്കും. ധൈര്യമുണ്ടെങ്കിൽ എന്റെ പുറകെ വാ, എന്നെ വന്ന് പിടിക്കാൻ. രുദ്രയുടെ ഈ കളി അവസാനിപ്പിച്ചേ പറ്റൂ. രുദ്ര, നിൽക്കൂ. എന്റെ കൂടെ ഫൈറ്റ് ചെയ്യൂ. എന്റെ സ്കൂട്ടർ.
I like your fighting spirit, Rudra. പക്ഷേ നിനക്ക് എന്നെ ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റില്ല. എന്താ എനിക്ക് സംഭവിച്ചത്? ഓ, ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. അപ്പൊ നീ എന്നെ പറ്റിച്ച് ഈ കാട്ടിനകത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണല്ലേ. അതുകൊണ്ട് എന്റെ മാഗ്നറ്റ് പവർ കൊണ്ട് ഒരു സാധനവും ഒട്ടിച്ചേരില്ല. മുത്തശ്ശൻ എപ്പോഴും പറയാറുണ്ട്, പ്രശ്നം വരുമ്പോ ധൈര്യത്തോടെ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കണമെന്ന്. മനസ്സിലായോ? ഞാൻ പറഞ്ഞില്ലേ, രുദ്രയുടെ പ്രായത്തെയും മാജിക്കൽ പവേഴ്സിനെയും സംശയിക്കരുത്. ഇബൈസ്കോ സിബൈസ്കോ മാജിക്കൽ ബോൾ ക്രിയേറ്റോ. ഞാനിവിടുന്ന് ഓടി രക്ഷപ്പെട്ടേ പറ്റൂ. വേണ്ട, വെള്ളം വേണ്ട, വെള്ളത്തിൽ എന്നെ തള്ളിയിടരുത്. ഞാൻ ആദ്യം മുതൽ ഒരു കാര്യം ആലോചിക്കായിരുന്നു. സർ മജസ്റ്റിക് നിന്നെ ബോക്സിൽ അടച്ചു വെച്ചിട്ട് എന്തിനാ വെള്ളത്തിൽ വലിച്ചെറിഞ്ഞതെന്ന്. നീ പാലസിൽ വന്ന ഹെഡ് വാട്ടർ എന്ന് പറഞ്ഞപ്പോ എന്റെ സംശയം ക്ലിയർ ആയി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നിന്റെ വീക്ക് പോയിന്റ് വെള്ളമാണെന്ന്. പ്ലീസ് വേണ്ട, എന്നെ വെള്ളത്തിൽ തള്ളിയിടരുത്. നീ പറയുന്ന എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. നീ വീണ്ടും വെള്ളത്തിൽ പോണ്ടെന്ന് നീ വിചാരിക്കുകയാണെങ്കിൽ സർ മജസ്റ്റിക്കിനെയും മുത്തശ്ശനെയും റിലീസ് ചെയ്യണം. ഇപ്പൊ തന്നെ ചെയ്തേക്കാം. വേണ്ട. രുദ്ര, നീ എന്നെ വെള്ളത്തിൽ തള്ളിയിട്ട് വലിയൊരു തെറ്റാണ് ചെയ്തിരിക്കുന്നത്. ഇനി നോക്കിക്കോ, ഞാൻ ഇപ്പോൾ നിന്നെ എന്താ ചെയ്യാൻ പോകുന്നെന്ന് നോക്കിക്കോ. നീ എന്ത് ചെയ്യും മാഗ്നമാൻ? സർ മജസ്റ്റിക്കോ, നിങ്ങളോ? നിങ്ങൾ ഇവിടെ ഉള്ളപ്പോ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? രുദ്രയെ പോലും എനിക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. ആ സ്ഥിതിയിൽ എനിക്ക് എങ്ങനെ നിങ്ങളെ ജയിക്കാൻ പറ്റും? ഞാൻ ഇവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ പെട്ടെന്നൊന്നും നിനക്ക് പോവാൻ പറ്റില്ല. നീ ഇപ്പൊ പോകും, വീണ്ടും തിരിച്ചു വരും, എല്ലാവരെയും ഡിസ്റ്റർബ് ചെയ്യും. അതുകൊണ്ട് നീ ശരിക്കും ഇരിക്കേണ്ട സ്ഥലത്തേക്ക് നിന്നെ പറഞ്ഞയക്കുന്നത് വളരെ ആവശ്യമാണ്. വേണ്ട വേണ്ട സർ മജസ്റ്റിക്കോ, എന്നോട് ക്ഷമിക്കൂ. എന്നെ നദിയിലേക്ക് വീണ്ടും എടുത്ത് വലിച്ചെറിയരുത് പ്ലീസ്. മാഗ്നമാൻ, ഇനി നിന്നെ ഞാൻ നദിയിലേക്കല്ല വലിച്ചെറിയാൻ പോകുന്നത്, കടലിലേക്കാണ്. വേണ്ട വേണ്ട, ഇങ്ങനെ ചെയ്യരുത്. വേണ്ട വേണ്ട. നീ വീരശൂര പരാക്രമി മാത്രമല്ല, വളരെ ബുദ്ധിമാനുമാണ് രുദ്ര. ഐ ആം പ്രൗഡ് ഓഫ് യു. അവസാന നിമിഷത്തിൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇനി നമുക്ക് ഒരു പ്രശ്നവും